Let me ask you something. Are you still confused about manifestation? Don't be, okay? I can help you. എന്താണ് കൺഫ്യൂഷൻ? സി, so this is a formula. Clear intentions plus non-resistance is equal to desired results. So how do we get to this desired results? Clarity of thoughts. എന്താണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. സോ ഇഫ് യു ആർ നോട്ട് ഷുവർ യൂണിവേഴ്സ് ഇത് ഡെലിവർ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? യു ഹാവ് ടു ബി ഷുവർ അറ്റ് ഫസ്റ്റ്. ദെൻ കംസ് നോൺ റെസിസ്റ്റൻസ്. നോൺ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സിമ്പിൾ. നമുക്ക് ഒത്തിരി ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു 1 lakh rupees ആഗ്രഹിക്കുകയാണെന്ന് വിചാരിച്ചു. നിങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് സോഴ്സ് ഓഫ് ഇൻകം ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ 1 lakh rupees ആഗ്രഹിച്ചു. യു മെയ്ഡ് എ ക്ലിയർ ഇൻറ്റൻഷൻ, ബട്ട് യു ഹാവ് എ ലോട്ട് ഓഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്. എന്തൊക്കെയാണ് ആ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, നോ ജോബ് ഒരു ലിമിറ്റിംഗ് ബിലീഫാണ്. പിന്നെ ഒരു ലിമിറ്റിംഗ് ബിലീഫ്, നോ അതർ സോഴ്സ് ഓഫ് ഇൻകം. സോ നിങ്ങളുടെ കൺമുമ്പിൽ പ്രത്യക്ഷത്തിൽ ഒരു സോഴ്സും ഇല്ല. ഓക്കെ, പേരൻസ് റിച്ച് അല്ല. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിട്ട്. സ്റ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് 1 lakh ആണ്. ക്ലിയർ ഇൻറ്റൻഷൻ വിത്ത് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, നോൺ റെസിസ്റ്റൻസ് അല്ല. ക്ലിയർ ഇൻറ്റൻഷൻ ഉണ്ട് നിങ്ങൾക്ക്, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസൈർഡ് റിസൾട്ട്സിലെത്തുമോ? ഒരിക്കലും എത്തില്ല എന്നുള്ളതാണ് ആൻസർ. സോ ലെറ്റ് മീ ടെൽ യു എങ്ങനെയാണ് ഈ റെസിസ്റ്റൻസ് ഇല്ലാണ്ടാക്കുന്നത്. ഐ കൻ എക്സ്പ്ലെയിൻ. ഓക്കെ, നിങ്ങളൊരു ക്ലിയർ ഇൻറ്റൻഷനിലെത്തി അല്ലേ? നിങ്ങളുടെ ക്ലിയർ ഇൻറ്റൻഷനാണ് 1 lakh rupees എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ ക്ലിയർ ഇൻറ്റൻഷൻ ഇസ് 1 lakh rupees. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ട്. ലൈക്ക് യു ഡോണ്ട് ഹാവ് ഇനഫ് മണി, അല്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് എ സോഴ്സ് ഓഫ് ഇൻകം, യു ഡോണ്ട് ഹാവ് റിച്ച് പേരൻസ്, യു ഡോണ്ട് ഹാവ് എ ജോബ്. ഇതൊക്കെ റെസിസ്റ്റൻസ് ആണ്. നൗ ലെറ്റ്സ് സീ ഇത് എങ്ങനെയാണ് നോൺ റെസിസ്റ്റൻസിലേക്ക് എത്തുന്നതെന്ന്. ലെറ്റ് മീ ടെൽ യു. നിങ്ങളൊരു 5 രൂപയ്ക്ക് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 100 രൂപയ്ക്ക് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ 100 രൂപ മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ പറയുന്ന ഇത്ര റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതിൻ്റെ റീസൺ എന്താ? 100 രൂപ നിങ്ങളുടെ കണ്ണിൽ വളരെ ചെറിയൊരു എമൗണ്ടാണ്. പക്ഷേ നിങ്ങളുടെ കണ്ണിൽ 1 lakh എന്നുള്ളത് വലിയൊരു എമൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ 100 രൂപ നിങ്ങൾക്ക് ചിന്തിക്കാം, ഓക്കെ വിഷു കൈനീട്ടം കിട്ടിയ 100 രൂപയായി. അല്ലെങ്കിൽ അമ്മമ്മേനെ കാണാൻ പോയാൽ ചിലപ്പോൾ അമ്മമ്മ ഒരു 100 രൂപ കയ്യിൽ വെച്ച് തരും. നമ്മുടെ അങ്ങനെയൊക്കെ ഒരു രീതികളൊക്കെ ഉണ്ടല്ലോ. സോ അതുപോലെ തന്നെ പിന്നെ ഉള്ളൊരിതാണ് വഴിയിൽ കളഞ്ഞു കിട്ടാം 100 രൂപ. ഓക്കെ, സോ നിങ്ങളിപ്പോൾ 100 രൂപ മാനിഫെസ്റ്റ് ചെയ്താൽ അത് കിട്ടാൻ നിങ്ങളുടെ കണ്ണിൽ ഒരുപാട് വഴികളുണ്ട്. സോ നിങ്ങളുടെ ഉള്ളിൽ ഒരു റെസിസ്റ്റൻസും ഇല്ല ഈ പർട്ടിക്കുലർ എമൗണ്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ 1 lakh എന്നുള്ളത് വലിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ ഭയങ്കരമായ റെസിസ്റ്റൻസുകളുണ്ടാവും. കാരണം നിങ്ങളുടെ പ്രത്യക്ഷത്തിലെ സോഴ്സസ് ഒന്നുമില്ല. അതാണ് അതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത്. ഈ 1 lakh എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് ഐ കൻ ടെൽ യു. ഓക്കെ, സോ ഇതെങ്ങനെ വർക്ക് ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു തിയറി വെച്ചിട്ട് നമ്മളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഒരു റെസിസ്റ്റൻസും ഇല്ലെങ്കിൽ യൂണിവേഴ്സ് ആ ഒരു റിസൾട്ട് ഡെലിവർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും യൂണിവേഴ്സ് നിന്ന് ഡോർ നോക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ തരുമെന്ന്. ഓക്കെ, അങ്ങനെയല്ല അത് വർക്കാവുന്നത്. യു വിൽ ഹാവ് ടു ടേക്ക് ഗൈഡഡ് ആക്ഷൻസ്, അല്ലെങ്കിൽ നിങ്ങളെ സിങ്ക്രണസിറ്റീസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തോന്നിക്കും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങളുടെ ആക്ഷൻസ് ഗൈഡഡ് ആയിരിക്കും. നിങ്ങൾ അതിലേക്ക് എത്തിക്കാനുള്ള ഒരു പാത്ത് പേവ് ചെയ്ത് തരും. അതാണ് ഈ മാനിഫെസ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 1 lakh ആണല്ലോ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ നടക്കുകയാണ്, 1 lakh ആഗ്രഹിച്ച് ഇങ്ങനെ വെറുതെ വഴി കൂടെ നടക്കുകയാണ്. അപ്പോഴാണ് അതുവഴി ഒരു ലോട്ടറി കൊണ്ടൊരു ചേട്ടൻ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ്, ഓക്കെ അതിലുള്ള ഒരു ടിക്കറ്റ് എൻ്റെയാണ്, ആ ടിക്കറ്റ് എടുത്താൽ എനിക്ക് എന്തായാലും ടിക്കറ്റ് അടിക്കും. അത് ഉള്ളിലൊരു തോന്നലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ടിക്കറ്റ് എടുത്തേക്കാമെന്ന് തീരുമാനിക്കും. ദാറ്റ് ഈസ് എ ഗൈഡഡ് ആക്ഷൻ. അതൊരു ഗൈഡഡ് ആക്ഷനാണ്. മനസ്സിലായില്ലേ? നിങ്ങളപ്പോൾ ഒരു 100 രൂപ മുടക്കി ആ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് 1 ലക്ഷമോ അതിന് മുകളിലോ അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ആക്ച്വലി ഒരു കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്നൊരു തോന്നലല്ല. ഞാൻ 1 ലക്ഷം രൂപ ആഗ്രഹിച്ച സ്ഥിതിക്ക് എൻ്റെ മുമ്പിൽ വരുന്ന ലോട്ടറിക്കാരുടെ കയ്യിൽ നിന്ന് ലോട്ടറി എന്തായാലും എടുക്കാം, അപ്പോൾ എനിക്ക് എന്തായാലും അടിക്കും. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇത് വരും, അർജ് വരും. ഓക്കെ അത് ചെയ്യേ നിങ്ങളെ പുഷ് ചെയ്യുന്നൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ നിങ്ങളുടെ ഉള്ളിൽ?
അത് ചെയ്യുക നിങ്ങളതിലേക്ക് നിങ്ങൾക്ക് ഒരു ഡിവൈനായിട്ടുള്ളൊരു ഗൈഡൻസ് ആണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഗൈഡഡ് ആക്ഷൻ. ആ ഒരു ഗൈഡൻസ് വരുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ തോന്നും, നിങ്ങളത് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്, നിങ്ങൾക്കിപ്പോൾ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, മൊണറ്റൈസ് ആവണമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻറ് ഐഡിയാസ് ഒന്നുമില്ല, പക്ഷേ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹമാണ് നിങ്ങൾക്ക് ഒരു മൊണറ്റൈസ്ഡ് യൂട്യൂബ് ചാനൽ ഉണ്ടാകണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കാം, നിങ്ങൾക്കൊരു കണ്ടൻറ് ഐഡിയ വരികയാണ്, നിങ്ങളുടെ ചാനൽ എന്ത് നിഷിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള ഐഡിയ വരികയാണ്, നിങ്ങൾ എന്തിൽ പ്രോസ്പെർ ചെയ്യുമെന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഗൈഡൻസ് ആയിട്ട് വരികയാണ്. സോ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. അതാണ് ഞാൻ പറയുന്നത് ഗൈഡഡ് ആക്ഷൻസ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 100 രൂപ എന്ന് പറയുന്നതും 1 ലക്ഷം എന്ന് പറയുന്നതും വെറും 2 സാധനങ്ങൾ, അല്ലെങ്കിൽ ഇറ്റ് ഡസൻ ഹാവ് എ വെയ്റ്റ്. 100-ന് ഒരേ വെയ്റ്റാണ്, 1 ലക്ഷത്തിനും ഒരേ വെയ്റ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 100 രൂപ കിട്ടും എന്ന് വിചാരിക്കുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെയാണ് 1 ലക്ഷം രൂപേനെയും ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ലോങ് വീഡിയോ റൈറ്റ്. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് അറിയില്ല. ഓക്കെ, വോട്ട് എവർ, ലെറ്റ് മീ സീ. I don't know if it's working out. Please let me know in comments. ഞാൻ കുറച്ചുകൂടെ വൃത്തിക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇഫ് ഇറ്റ്സ് വർക്കിംഗ് ഔട്ട്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെങ്കിൽ ഞാൻ അടുത്ത എഫേർട്ട് ഇട്ടാൽ മതിയോ. ഓക്കെ.